ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡിൻ്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പം വലിയ വിവാദകരമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഞാനും ഇപ്പോഴാണ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയത്. നമ്മൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ അവാർഡ് പോലും കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടുജീവിതം സിനിമ 2024 റിലീസ് ചെയ്തത്, ശരിയാണ്. അപ്പോൾ അതുകൊണ്ടാണത് അതിൽ കോമ്പീറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഗൂഗിളിൽ ഒരുപാട് തപ്പിയപ്പോഴത്തേക്ക് പറഞ്ഞത് 2023 ഡിസംബറിലാണ് സംഭവം സെൻസർ ചെയ്തിരിക്കുന്നത്. സെൻസർ അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് 71st ഈ അവാർഡിന് വേണ്ടിയിട്ട്, നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് അത് മത്സരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരൊറ്റ അവാർഡ് പോലും ആ ഒരു സാധനത്തിന് കൊടുത്തിട്ടില്ല. സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ സാധനം അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന രീതി നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ്. എന്നിട്ട് പോലും അതിന് പോലും ഒരു അവാർഡ് കൊടുത്തിട്ടില്ല. മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ഷാറൂഖ് ഖാനാണ്. ഷാറൂഖ് ഖാൻ നല്ല നടനൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ജവാൻ. എന്ത് ഉണ്ടേണ്ടായിട്ടാണെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനൊരു സാധനം അവിടെ കൊടുത്തു. ആ പൃഥ്വിരാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പടമാണ്. അയാളുടെ ജീവൻ വെച്ച് വരെ അയാൾ ചെയ്തൊരു സിനിമയാണ് ഈ ആടുജീവിതം. എന്നിട്ട് അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. അത് ഇവർ പറയണമെന്ന് പറഞ്ഞാൽ നാടകീയത കൂടിപ്പോയെന്നൊക്കെ ആണ് പറയണത്. എനിക്കത് മനസ്സിലാവണില്ല എന്താണ് സംഭവം എന്നുള്ളത്. നാടകീയത കൂടിപ്പോയി, ഇതൊക്കെയാണ് അവരുടെ പരാമർശങ്ങൾ. അതേപോലെ പൃഥ്വിരാജിന്റെ അഭിനയം നാടകീയത കൂടിപ്പോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് റിയലായിട്ട് ഉള്ള ഒരു കഥയായിരുന്നു. ആ പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരും ഇതിനകത്ത് കാണിച്ചത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പുള്ളി പറഞ്ഞു തരും. അപ്പൊ ഇവരുടെ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണം. എന്താണ് ഇവർ ഇത് എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച ഡയറക്ഷൻ എന്തിൻ്റെ മികച്ചത് കണ്ടുപിടിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഞാൻ ഒരുപാട് ഗൂഗിളിനകത്തൊക്കെ തപ്പി നോക്കി, ഇവിടെ അതിലൊന്നും ഈ സാധനങ്ങളൊന്നും കാണാനില്ല. കുറച്ച് പേർക്കൊക്കെ അർഹിച്ച കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ട് ഒരു എമ്പുരാന്റെ റിലീസ് കാരണമാണോ, അല്ലെങ്കിൽ എമ്പുരാനിൽ ആ ഒരു വിഷയം വന്നത് കൊണ്ടാണോ എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പടം അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്വാളിറ്റി എന്നുള്ള നിലയ്ക്ക് ഈ കാണിക്കുന്ന ഒന്നും അത്ര നല്ലതല്ല. ഇപ്പം എന്തായാലും ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വിവാദമായിട്ടുണ്ട്. ഇനി അടുത്ത വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയാം. ഉർവശി മുതൽ നമ്മുടെ നടി ഉർവശി മുതൽ ഒരുപാട് പേര് ഇതിന്റെ എതിരെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ല ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തത്, അങ്ങനെ തൊട്ട് കേരള മികച്ച ഡയറക്ടറിനുള്ള അവാർഡ് എന്തിനോ എന്തോ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും കണ്ടതിനറിയാം. ഇതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവായി താഴെ കമന്റിൽ ഒന്ന് പറയണം. ഓക്കെ.